ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥന എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പല പല നൊവേനകളും പള്ളിയിൽ ചെന്നുള്ള പ്രാർത്ഥനകളും ഒക്കെ ആയിരിക്കും. നമ്മൾ ആയിരിക്കുന്ന ഇടത്ത്, ആയിരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ സ്വന്തം മുറി കയറി കതകടച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്നാൽ യഥാർത്ഥമായി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈശോ തൻ്റെ തിരുനാവിലൂടെ അരുളി ചെയ്ത വചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുന്നതാവട്ടെ. വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 98:1 ഇത് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 131:2 പറയുന്നത് ഇപ്രകാരമാണ്, മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുമെന്ന് ജെറമിയായുടെ പുസ്തകത്തിൽ പറഞ്ഞു നിൽക്കുന്നു. സങ്കീർത്തനം 73:28 വന്നാൽ വീണ്ടുമുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ദൈവവും ഞാനും മാത്രമാണ് എന്നുള്ള ഒരവസ്ഥയിൽ ശാന്തമായി, ഹൃദയപൂർവ്വം, ലളിതമായി, ഏറ്റവും അടുത്ത സുഹൃത്തിനോടെന്ന പോലെ സംസാരിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് സംശയം. യാക്കോബ് ശ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ 7-ാം വാക്യം പറയുന്ന പ്രകാരമാണ്, സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. എന്നാൽ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് പോകുമെന്നും മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അവിശ്വാസത്തെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിന് മുൻപിൽ നമ്മുടെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കണം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നത് വരെ എൻ്റെ കണ്ണുനീർ നിലയ്ക്കുകയില്ല എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ വചനങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് നമ്മൾ ഒരിടത്തേക്ക് ഓടേണ്ട ആവശ്യമില്ല. നൊവേനകളെക്കാൾ അധികം, പള്ളികളെക്കാൾ അധികം നിന്റെ ഹൃദയത്തിൻ്റെ ഉയർത്തലാണ് കർത്താവ് പ്രാർത്ഥനയായിട്ട് ആവശ്യപ്പെടുന്നത്. നീ നിന്റെ മനസ്സിനെ അതിൻ്റെ എല്ലാ നന്മതിന്മകളോടും കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് വയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോനാഥ, എൻ്റെ ഹൃദയം അതെന്താണെന്നും അതിൻ്റെ നന്മയും തിന്മയും ഏതളവ് വരെയാണെന്നും അങ്ങേക്ക് നന്നായിട്ടറിയാം. എൻ്റെ നാഥ, എൻ്റെ മനസ്സിലുള്ള അസൂയയും കുശുമ്പും സംശയവും എല്ലാം ചേർത്ത് എൻ്റെ ഈ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നല്ലതല്ലാത്തതെല്ലാം മാറ്റി നീ എൻ്റെ ഹൃദയത്തെ സമ്പൂർണ്ണ സമാധാനത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവിടുന്ന് സങ്കീർത്തനം 91 ഞങ്ങളോട് പറയുന്നുണ്ട്. അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ലെന്നും കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു, അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല എന്ന് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 17 പറയുന്നു. ഈശോയെ, അവിടുന്ന് വീണ്ടും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഒരേ ഒരു വ്യവസ്ഥയാണ്, നീ മുറിയിൽ കയറി കതകടച്ചിട്ട് നിനക്ക് വിദ്വേഷമുള്ളവരോടൊന്ന് ക്ഷമിച്ചിട്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം പറയുക. അവിടുന്ന് അതെല്ലാം സാധിച്ചു തരും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ആഗ്രഹം സഫലമാക്കുന്നു എന്ന് സങ്കീർത്തനം 145 പറയുന്നുണ്ടല്ലോ. നാഥ, എല്ലാവരോടും ക്ഷമിക്കാനും ക്ഷമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.